إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടുവാൻ പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം വിജയികളായി സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹശ്റിലെ ആയത്താണ് അവസാനമായി നിങ്ങൾ കേട്ടിട്ടുള്ളത്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ. മുഹാജിറുകളും അൻസ്വാറുകളുമായ സഹാബികൾക്ക് ശേഷം വന്ന മുഅ്മിനുകളുടെ സ്വഭാവം, അവർ പറയും റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണമേ. നേരത്തെ ഞങ്ങളെക്കാളും മുമ്പേ ഈ ദീൻ സ്വീകരിച്ച മുൻഗാമികൾക്കും നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ മുഅ്മിനുകളോട് വെറുപ്പുണ്ടാക്കരുതേ. ഞങ്ങളുടെ റബ്ബേ, നീയാണ് ഏറെ കാരുണ്യവും ദയയുമുള്ളവൻ. ഞങ്ങളുടെ മനസ്സുകളിൽ വിശ്വാസികളോട് ഒട്ടും വെറുപ്പുണ്ടാക്കരുതേ റബ്ബേ എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രാർത്ഥിച്ചതായി പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായി വിശ്വസിച്ച സഹാബാക്കൾ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അവർ പറഞ്ഞിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുന്നുണ്ട്, അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരുമുള്ള ആ ഒരു വിഭാഗത്തെ അദ്ദേഹം പറയുകയാണ്, ഇന്ന ഖൈറൻ നാസി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ വഉമർ വഉസ്മാൻ വയസ്മഉ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ യുൻകർ. അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഏറ്റവും നല്ല മനുഷ്യൻ അബൂബക്കറും പിന്നെ ഉമറും പിന്നെ ഉസ്മാനുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് കഴിഞ്ഞാൽ ഒരെതിർപ്പ് പോലും പറയാറുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
സാധാരണഗതിയിൽ ഒരു ബാത്തിലായ ഒരു തെറ്റായ സംഗതി കേട്ടാൽ അല്ലെങ്കിൽ കണ്ടാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് അത് തിരുത്തി കൊടുക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരുണത്തിലാണ് സഹാബാക്കളുമായിട്ട് ജീവിച്ചത്. സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിൽ ആദ്യമായി വിശ്വസിച്ച സഹാബിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രങ്ങൾ നിരവധി ഖുതുബകളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം കടന്നു വന്ന ഖലീഫമാരിൽ പ്രധാനിയായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അവസാന സമയത്ത് നമസ്കാരത്തിൽ, സുബൈ നമസ്കാരത്തിൽ ഒരാൾ വന്ന് അദ്ദേഹത്തെ, ഒരു മജൂസി തന്റെ കയ്യിലുള്ള കത്തി കൊണ്ട് കുത്തുകയായിരുന്നു. ഇരുട്ടിലായിരുന്നു, നമസ്കാരത്തിൽ ഇരുണ്ട വെളിച്ചത്തിലായിരുന്നു സുബഹി നമസ്കാരം നടന്നിരുന്നത്. പിന്നിലുള്ള ആളുകൾക്ക് മുന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ശബ്ദം ഇടറിയപ്പോൾ, മാറിയപ്പോൾ അവർ പിന്നിൽ നിന്ന് സുബ്ഹാനല്ലാഹ് എന്ന് വിളിക്കുകയായിരുന്നു. അങ്ങനെ ആ ശത്രു കുത്തിക്കൊണ്ട് ആ മജൂസിയായ മനുഷ്യൻ രക്ഷപ്പെടാൻ പുറത്തേക്കോടവേ ചുറ്റുഭാഗത്തും ചുറ്റുകൂടിയിരിക്കുന്ന 13ഓളം സഹാബാക്കളെ കുത്തുകയുണ്ടായി. 3 സഹാബികൾ തൽക്ഷണം മരിക്കുകയും 10ഓളം ആളുകൾക്ക് അപകടം പറ്റുകയും ചെയ്തു. എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റൊരാളെ നമസ്കാരത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കുറെ ആളുകൾ പറഞ്ഞു, ഇത് ഉമറിന്റെ അവസാനത്തിലേക്കുള്ള അപകടമായിരിക്കും. ചിലർ പറഞ്ഞു, ഇല്ല, ഉമർ ഇബ്നുൽ ഖത്താബിന് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അങ്ങനെ അവർ വെള്ളം കൊടുത്ത സമയത്ത് വായിലൂടെ ഒഴുക്കിയ വെള്ളം വയറ്റിലൂടെ പുറത്തേക്ക് വരികയാണ്. പിന്നെ പാല് കൊടുത്തു, വായിലൂടെ ഒഴിച്ച പാല് വയറ്റിലൂടെ പുറത്തേക്ക് വരികയാണ്. അതോടുകൂടി അവർ മനസ്സിലാക്കി ഏതായാലും ഉമർ ഇബ്നുൽ ഖത്താബ് മരണത്തോടടുത്തിരിക്കുന്നു. ആ സമയത്ത് അവര് കുറച്ച് സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഉമർ ഖലീഫ, താങ്കൾക്ക് ശേഷം ആരാണ് ഖലീഫയാകേണ്ടത് എന്ന് താങ്കൾ പ്രഖ്യാപിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളെ പ്രത്യേകമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രയാസമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിൽ കുറച്ച് ആളുകളുണ്ട്, ഞാൻ ആ ആളുകളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൃപ്തിപ്പെട്ട ആളുകളാണ്. പ്രവാചകന്റെ കാലത്ത് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തിക്ക് വിധേയമായവരാണ്. ആ ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവർ ഇരുന്നു കൊണ്ട് ആരാണ് അടുത്ത ഖലീഫ എന്നവർ തീരുമാനിക്കും എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ്, തൽഹത്ത് ഇബ്നു സുബൈർ, അതേപോലെ സുബൈർ ഇബ്നുൽ അവാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ് എന്നീ 6 പേരെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ 6 പേരാണ് അടുത്ത ഖലീഫ ആരാണെന്ന് നിശ്ചയിക്കേണ്ടത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് മരണപ്പെട്ടു. അതിന്റെ ജനാസയും കാര്യങ്ങളൊക്കെ നടന്നു. ശേഷം അവരിരുന്ന സമയത്ത് പറഞ്ഞു, 6ഓളം ആളുകൾ ഇരുന്നു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾക്ക് വലിയ വലുപ്പം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, നമ്മളിൽ ഏതെങ്കിലും 3 പേർ ഓരോരുത്തരെയും അവരുടെ അഭിപ്രായത്തെ അധികാരപ്പെടുത്തി ഏൽപ്പിച്ചാൽ ഈ 6നെ നമുക്ക് 3 ആക്കി ചുരുക്കാമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് സുബൈർ ഇബ്നുൽ അവാം അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്റെ അഭിപ്രായം അലിയുടെ അഭിപ്രായത്തിന് തുല്യമായിരിക്കും. ആ സമയത്ത് തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അഭിപ്രായം ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ഏൽപ്പിക്കുകയാണ്. സഅദ് ഇബ്നു അബി വഖാസ് പറഞ്ഞു, എന്റെ അഭിപ്രായം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അഭിപ്രായമായിരിക്കും. അങ്ങനെ അലിയാർ തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുമാണ് ഇരിക്കുന്നത് ആരാണ് ഖലീഫ എന്ന് തീരുമാനിക്കാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഇരുത്തത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, നിങ്ങളിൽ ആരാണ്, നമ്മൾ ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരാളിലേക്ക് ഇതിനെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി തീരുമാനങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. അങ്ങനെ അലി ഇബ്നു അബി താലിബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ ഏറ്റവും അവസാനത്തെ തീരുമാനം നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം. അങ്ങനെ മദീനയിലെ വലിയ ചർച്ചയാകുന്ന ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒരുപാട് മണിക്കൂറുകൾ അലിയാർ തങ്ങളുമായിട്ട് സംസാരിച്ചു. ഒരു രാത്രി മുഴുവനും സംസാരിച്ചു എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. അതേപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോടൊപ്പം സംസാരിച്ചു. മദീനത്തെ വീട്ടുകാർ ഓരോ വീടുകളിലും കയറി അഭിപ്രായങ്ങൾ ആരാഞ്ഞു. സഹാബാക്കളിൽ പ്രഗത്ഭരായ ആളുകളിൽ നിന്ന് അഭിപ്രായം തേടി. എന്നിട്ട് അലിയാർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അലി,
നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അലി ഇബ്നു അബീ ത്വാലിബ്, അബീ ത്വാലിബിന്റെ പരമ്പരയിൽ വന്ന ആളാണ് അലിയാർ തങ്ങൾ. താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ താങ്കളെ ഞാൻ ഖലീഫയാക്കിയാൽ നിങ്ങൾ നീതിപൂർവ്വം ഭരണം നടത്തണം. മാത്രവുമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വിളിച്ചിട്ട് പറഞ്ഞു, അലിയാണ് ഖലീഫയെങ്കിൽ അലിയാർ തങ്ങളെ താങ്കൾ അനുസരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. തിരിച്ച് അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറഞ്ഞു, താങ്കളെയാണ് ഖലീഫയാക്കുന്നതെങ്കിൽ അല്ലാഹുവാണ് സത്യം, നിങ്ങൾ ഏറ്റവും നീതിയിൽ ഭരണം നടത്തണം. അലിയാർ തങ്ങളോട് പറഞ്ഞു, താങ്കൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാന് ഏറ്റവും നല്ല സഹായിയായും അനുസരണയുള്ള ആളുമായിട്ട് നിങ്ങൾ ഉണ്ടാവണം. രണ്ടാളും അത് അഗ്രി ചെയ്തു. അങ്ങനെ ഇസ്തിഖാറത്തിന്റെ നമസ്കാരം നമസ്കരിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വിളിക്കുകയാണ്. എന്നിട്ട് കൈകൾ ഉയർത്താൻ പറഞ്ഞു. കൈ പിടിച്ചിട്ട് പറഞ്ഞു, താങ്കളാണ് അടുത്ത ഖലീഫ. മാഷാ അല്ലാഹ്. എല്ലാവരും അല്ലാഹു അക്ബർ പറഞ്ഞു. അലിയാർ തങ്ങൾ വന്ന് കൈപിടിച്ച് ബൈഅത്ത് നൽകി. ഓരോ സഹാബാക്കളും ബൈഅത്ത് നൽകി. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ സുബ്ഹാനല്ലാഹ് ഖലീഫയായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അഫ്ഫാൻ എന്നാണ് പിതാവിന്റെ പേര്. അഫ്ഫാൻ ഇബ്നു അബ്ദുൽ ആസ്, അബുൽ ആസ് ഇതാണ് പിതാവ്. അതുപോലെ അർവ ബിൻത് ഖുറൈശ് ഇബ്നു റബീഅ, മാതാവിന്റെ പേര് അർവ എന്നാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അർവ എന്ന ഈ ഉമ്മ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഉമ്മയുടെ മാതാവ് ഉമ്മുൽ ഹക്കീം അൽ ബൈളാ ബിൻത് അബ്ദുൽ മുത്തലിബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ കൂടെ ഇരട്ടയായി ജനിച്ച സഹോദരിയാണ്, പൂർണ്ണ സഹോദരിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പിതാവിന്റെ പൂർണ്ണ സഹോദരിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഉമ്മയുടെ ഉമ്മ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു ബന്ധം അവരിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വരുന്നത്, അങ്ങനെ ത്വായിഫിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ജനിച്ചിട്ടുള്ളത്. ജാഹിലിയ്യത്തിൽ തന്നെ നല്ല സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും അദ്ദേഹത്തെ പറ്റി മറ്റൊരു അഭിപ്രായം പറയാനില്ലായിരുന്നു. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമസ്കാരം കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പ്രസിദ്ധനാണ്, സ്വതക്ക കൊണ്ട് പ്രസിദ്ധനാണ്, നോമ്പ് കൊണ്ട് പ്രസിദ്ധനാണ്, രാത്രി നമസ്കാരം കൊണ്ട് പ്രസിദ്ധനാണ്. മരണത്തെക്കുറിച്ച് ഓർത്ത് കരയുന്നതിൽ നമ്മൾ ഒരുപാട് ചരിത്രങ്ങളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ നാമം കേട്ടിട്ടുണ്ട്. ഖബറിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സഹാബി, അദ്ദേഹത്തിന്റെ അടിമയായ ഹാനി, അദ്ദേഹം പറയുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നും ഖബർ കണ്ടാൽ വല്ലാതെ കരയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട്, എന്തിനാണ് സ്വർഗത്തെയും നരകത്തെയും പറ്റി കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്ര കരയാറില്ലല്ലോ, എന്താണ് ഖബർ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നൽ ഖബറ അവ്വലു മൻസിലൽ ആഖിറ, നിശ്ചയമായും പരലോക യാത്രക്കുള്ള യാത്രയിലെ ഒന്നാമത്തെ ഭവനമാണ് ഖബർ. ആ ഖബറിൽ നിന്ന് ആരെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ളത് അയാൾക്ക് എളുപ്പമായിരിക്കും. ആരെങ്കിലും അവിടെ കുടുങ്ങിയാൽ, അവിടെ ബുദ്ധിമുട്ടിയാൽ അയാളുടെ അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രയാസകരമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പലപ്പോഴും മുസ്ലിം സമൂഹത്തിലെ ഇതര കക്ഷികളായ ആളുകൾ, മുൻപ് കാലങ്ങളിൽ ജീവിച്ചിരുന്ന സമൂഹത്തിലെ പ്രഗത്ഭരായ പല ഗോത്രക്കാരും പല വിഭാഗക്കാരും പൊതുവെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വളരെ മോശമായിട്ട് പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇതിനോട് ഈ കൂട്ടരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സഹാബാക്കളെ പോലെ വലിയ ഇഷ്ടം കാണിക്കാത്തതായിട്ട് നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത സഹാബാക്കളിൽ, സ്വർഗം കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട സഹാബാക്കളിൽ പ്രഗത്ഭനായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഫഇന്നഹു അവല്ലു മിൻ ഹിമാരി അഹ്ലിഹി, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ പറ്റി മോശമായി പ്രചരിപ്പിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ശരിയായില്ല, അതിനേക്കാളും മുമ്പ് മറ്റു ചിലരെ ആയിരുന്നു തെരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ആളുകൾ അവന്റെ വീട്ടിലെ കഴുതയുടെ ബുദ്ധി പോലും അയാൾക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുകയും അതുപോലെ തന്നെ അത് ഒരൊറ്റ മുസഹഫിലേക്ക് ഒരുമിപ്പിക്കുകയും ചെയ്ത സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വലുതാകുകയും ആ പ്രവർത്തനത്തിന്റെ ബർക്കത്ത് കൊണ്ട്
അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മുസ്ലിങ്ങളുടെ ജീവിതം നല്ല നിലവാരത്തിലുള്ളതാക്കിയിരുന്നു. അവർ പരസ്പരം ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഹസനുൽ ബസരി റഹിമഹുല്ലാ എന്ന താബിഈ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, ഷഹിദ്തു മുനാദി ഉസ്മാന യുനാദി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാൻ ഏൽപ്പിച്ച ആൾ വിളിച്ചു പറയുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. അബ്ദു അലാ കിസ്വതിക്കും, ജനങ്ങളെ ഓടിവരൂ, വസ്ത്രങ്ങളിതാ, ആവശ്യമുള്ളവർ എടുത്തുകൊള്ളുക. അതേപോലെ തന്നെ ഭക്ഷണങ്ങളിതാ, തേനിതാ, നെയ്യിതാ, ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ, എടുത്തുകൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. എന്നിട്ട് ആ ജീവിതം, ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയുടെ കീഴിലെ ജീവിതം അർസാഖുൻ ദാറൻ, സമൃദ്ധമായ ഭക്ഷണം, വഖൈറുൻ കസീർ, ധാരാളം നന്മകൾ, വദാതു ബൈന ഹസൻ, പരസ്പരം മുസ്ലിങ്ങൾ തമ്മിൽ നല്ല ബന്ധം. എന്നിട്ട് പറയുകയാണ് മാ അലൽ അർളി മുഅ്മിനുൻ യഖാഫു മുഅ്മിനൻ, ആ ഭൂമിയിൽ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ ഭയപ്പെടുന്ന പ്രശ്നമേയില്ലായിരുന്നു. അത്രയും ബറകാത്തുകൾ ഈ പരിശുദ്ധ ഖുർആനും കൊണ്ട് നടക്കുന്ന ഈ സഹാബിയുടെ ഭരണകാലത്ത് കൊടുത്തിരുന്നു എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, പിൽക്കാലത്ത് അദ്ദേഹത്തിനെതിരെയായി ഒരു വിഭാഗം ആളുകൾ പ്രവർത്തനം തുടങ്ങുകയാണ്. നമ്മളൊക്കെ ഇത് ചെറിയ രൂപത്തിൽ കേട്ടിട്ടുണ്ടാകും. ആ സമയത്ത് ഖവാരിജികളായ ചിലർ ഭരണാധികാരിക്കെതിരെ പണിയെടുക്കാൻ തുടങ്ങുകയാണ്. അതിൽ ചില ആളുകൾ ലീഡർഷിപ്പിലേക്ക് കടന്നു വരികയും അയാളെപ്പറ്റി മോശമായത് പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. തിന്മകൾ അങ്ങനെയാണല്ലോ, പെട്ടെന്നാണ് വ്യാപിക്കുക. ഒരാളുടെ പോരായ്മകൾ പെട്ടെന്നാണ്, നെഗറ്റീവ് ഇമ്പാക്ട് പെട്ടെന്നാണ് ഉണ്ടാക്കാൻ സാധിക്കുക. എല്ലാവരും ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പറ്റി മിമ്പറുകളിൽ വരെ പറയുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ജനങ്ങളുടെ ഇഷ്ടത്തിൽ നിന്ന് അദ്ദേഹത്തെ ദൂരോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം അവിടെ നടപ്പിലാകുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിന്ന് നമസ്കരിക്കാൻ പോലും കഴിയാത്ത വിധം അദ്ദേഹത്തെ വീട്ടുതടങ്കലിൽ ഇടുന്ന അവസ്ഥയുണ്ടായി. വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയുണ്ടായി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ സഹാബ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ വന്നിരിക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അൻഷുദുക്കും ബില്ലാഹി വൽ ഇസ്ലാം ഹൽ തഅലമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്മൽ മദീന വലൈസ ബിഹാ മാഉൻ യുസ്തഅദബു ഗൈറ ബിഇദി റൂമ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവരോട് ചോദിച്ചു, വീട്ടു തടങ്കലിൽ ഇടുകയാണ്, നമസ്കരിക്കാൻ പോവാൻ സമ്മതിക്കുന്നില്ല, വെള്ളം ചോദിച്ചിട്ട് കുടിക്കാൻ കൊടുക്കുന്നില്ല. ആ സന്ദർഭത്തിലാണ് അവരോട് ഈ തടങ്കലിൽ നിന്നുകൊണ്ട് അവരോട് ചോദിക്കുന്ന ചോദ്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യശ്തരി ബിഇറ റൂമ ഫജഅൽ ദൽവഹു മഅ ദിലാഇൽ മുസ്ലിമീൻ ബിഖൈരിൻ ലഹു മിൻഹാ ഫിൽ ജന്ന. ആർക്ക് റൂമാക്കിണറിലെ വെള്ളമല്ലാതെ മറ്റൊന്നും അവിടെ കിട്ടുന്നില്ല, ഓരോ ബക്കറ്റിനും പണം കൊടുത്തിട്ടാണ് ആ വെള്ളം കോരുന്നത്. ആർക്ക് ആ റൂമാക്കിണർ വാങ്ങി മുസ്ലിം സമുദായത്തിന് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ആർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും, എന്നിട്ട് എല്ലാവരും കുടിക്കുന്നത് പോലെ ഒരു ബക്കറ്റ് വെള്ളം അവർക്കും കുടിക്കാം, അത് സംവിധാനിക്കുന്ന ആളുകൾക്ക് ഇതിനേക്കാളും നല്ലത് സ്വർഗത്തിൽ പകരം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങൾക്ക് അതുവേണ്ടി വാങ്ങിയിട്ടുള്ളത്? അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ സമ്പത്തിൽ നിന്നാണ് റോമാക്കിണർ വാങ്ങിയിട്ടുള്ളത്. എന്നിട്ടോ ഞാൻ എന്റെ സമ്പത്തിൽ നിന്ന് വാങ്ങിയ ആ റൂമാക്കിണർ ഇവിടെ ഉണ്ടായിരിക്കെ എനിക്കൊരിത്തിരി കുടിക്കാനുള്ള വെള്ളം പോലും എന്തിനാണ് ഇവർ തടയുന്നത്? അത് ശരിയാണോ എന്ന് ചോദിച്ച സമയത്ത് തലയാട്ടിപ്പോവുകയാണ്. കേട്ടിരിക്കുന്ന ആളുകൾ താങ്കൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യമാണ്, أنشدكم بالله والإسلام هل تعلمون أن المسجد بأهله ضاق بأهله فقال رسول الله صلى الله عليه وسلم من يشتري بقعة آل فلان فيزيدها في المسجد بخير له منها في الجنة. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, മദീനത്തെ പള്ളി ജനങ്ങൾ അധികരിച്ച കാരണത്താൽ ഭയങ്കര കുടിശ്ശിക അനുഭവിക്കുന്ന അവസ്ഥയുണ്ടായി. സമീപത്തെ സ്ഥലം മറ്റുള്ള ആളുകളുടെ കൈകളിലാണ്. ആരെങ്കിലും ആ മനുഷ്യനോട് ആ സ്ഥലം വാങ്ങി പള്ളിയോട് ചേർത്ത് തന്നാൽ അയാൾക്ക് അതിനേക്കാളും വലുത് സ്വർഗത്തിൽ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ അന്ന് അത് ചോദിച്ച സമയത്ത് എഴുന്നേറ്റ് നിന്ന് എന്റെ സ്വത്ത് കൊണ്ട് ആ ഭൂമി വാങ്ങിക്കൊടുത്ത് പള്ളി വിശാലമാക്കിയത് ഞാനാണ്. എന്നാൽ എന്തിനാണ്
2 റക്അത്ത് പോലും നമസ്കരിക്കാൻ എന്നെ ഒരു തടയുകയാണ് ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് സങ്കടത്തോടെ വീണ്ടും തുടരുകയാണ്. അൻഷുദുകും ബില്ലാഹി വൽ ഇസ്ലാം ഹൽ തഅലമൂന അന്നി ജഹസ്തു ജയ്സുൽ ഉസ്റ മിൻ മാലിൻ. അല്ലാഹുവിന്റെ പേരിലും ഇസ്ലാമിന്റെ പേരിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ജയ്സുൽ ഉസ്റ സൈന്യത്തെ സംഘടിപ്പിക്കുന്ന സമയത്ത് തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥ, വാഹനങ്ങളില്ല, ആയുധങ്ങളില്ല, സംവിധാനങ്ങളില്ല, ഭക്ഷണ പൊതികൾ പോലും നമ്മുടെ കയ്യിലില്ല എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ കൈമലർത്തിയ സമയത്താണ് ആർക്ക് ജയ്സുൽ ഉസ്റയെ സഹായിക്കാൻ സാധിക്കും, അയാൾക്ക് സ്വർഗ്ഗത്തിൽ അതിനേക്കാൾ പകരം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്ത് ജയ്സുൽ ഉസ്റയെ സഹായിച്ചതും ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. ഇബ്നു ശിഹാബ് സുഹരി പറയുകയാണ്, തബൂക്ക് യുദ്ധത്തിൽ സൈന്യത്തെ ഒരുക്കാനായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വീട്ടിലേക്ക് പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വിജ്ഞാപനം കേട്ട് തിരിച്ചു വരുമ്പോൾ 910 ഒട്ടകങ്ങളും 60 കുതിരകളെയും കൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുന്നത്. 910 ഒട്ടകങ്ങളുടെ വമ്പിച്ച വ്യൂഹവും 60ഓളം കുതിരകളുടെ വ്യൂഹവുമായിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ജയ്സുൽ ഉസ്റയെ സഹായിച്ചു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജയ്സുൽ ഉസ്റ സൈന്യത്തിലേക്ക് ഈ നൂറുകണക്കിന് വാഹനങ്ങളുമായിട്ട് വന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരു സ്വർണ്ണക്കിഴി, 10,000 സ്വർണ്ണ നാണയങ്ങളുള്ള ഒരു കിഴി അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും സഹായിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിക്കുകയാണ്, അൻഷുദുകും ബില്ലാഹി വൽ ഇസ്ലാം ഹൽ തഅലമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പേരിലും ഇസ്ലാമിന്റെ പേരിലും ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രവാചകന്റെ കൂടെ ഞങ്ങളിങ്ങനെ ഒരു മലമുകളിലൂടെ നടന്നു പോകുന്ന സമയത്ത് മലയൊന്ന് ഇളകിയ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്ന് നിൽക്കവിടെ. ഈ മലമുകളിൽ നിൽക്കുന്നത് ആരെന്നറിയുമോ? ഒന്ന് അല്ലാഹുവിന്റെ റസൂലും അതേപോലെ തന്നെ ഒരു സിദ്ദീഖും 2 ശുഹദാക്കളുമാണ് ഇതിന്റെ മുകളിലുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഈ 3 ആളുകളുമായിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് മരണം വരിച്ചു, ബാക്കിയുള്ള സിദ്ദീഖാണ്. ബാക്കിയുള്ള 2 ഷഹീദുകൾ ഉമർ ബിൻ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമാണ്. സഹോദരങ്ങളെ, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എനിക്കറിയാം ഞാൻ ഷഹീദാകുമെന്ന് എനിക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ എന്നോട് വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ താങ്കൾ ഒരിക്കലും കൊലപാതകയാകരുത്, താങ്കൾ കൊല്ലപ്പെട്ടേക്കാം, നിങ്ങൾ ഒരിക്കലും വാളെടുക്കരുത്, നിങ്ങൾ വാളാൽ ഒരു പക്ഷേ നിങ്ങൾ ആയുധത്താൽ നിങ്ങൾ തകർക്കപ്പെട്ടേക്കാം, ഒരു കാരണവശാലും നിങ്ങൾ ഷഹീദാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പറഞ്ഞത് ഓർക്കണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സഹാബി പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ, ഷഹീദൂനി വറബ്ബിൽ കഅബ അന്നി ഷഹീദ്, ഇതാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ ഷഹീദാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം നാസിറുദ്ദീൻ അൽബാനി സ്ഥിരപ്പെടുത്തിയ ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ക്ഷമിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചിരുന്നെങ്കിൽ ഈ എതിരാളികളെ നിലംപരിശാക്കാൻ മാത്രമുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയത്തായിരുന്നു രഹസ്യമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറഞ്ഞിട്ടുണ്ട്, താങ്കൾ കൊല ചെയ്യപ്പെട്ടേക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നു, ഉസ്മാനെ അല്ലാഹു താങ്കളെ ഒരു വസ്ത്രം ധരിപ്പിച്ചേക്കും, അവർ അത് അഴിച്ചു മാറ്റാൻ പറഞ്ഞാൽ അവർക്ക് വേണ്ടി നീ അത് അഴിച്ചു കൊടുക്കരുത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് ഖിലാഫത്തിൽ നിന്ന് മാറിക്കൊള്ളുക, എങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കൂട്ടാക്കാതിരുന്നത് ഇത് കാരണത്താലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫിത്ന വരും, ഫിത്ന വന്നാൽ താങ്കൾ ഒരിക്കലും ഖാത്തിലാകരുത്, താങ്കൾ മഖ്തൂലാകാനേ പാടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുകയാണ് ചെയ്യുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചരിത്രം ഇവിടെ ഖുതുബയിൽ പറയുന്നത് നമുക്കും ഒരുപാട് മാതൃകയുണ്ട് ഈ സഹാബത്തിൽ. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വായിക്കുമ്പോൾ, ഒന്നാമത്തത് അദ്ദേഹം ലജ്ജയുടെ ആൾരൂപമായിരുന്നു. നമ്മുടെ ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇങ്ങനെ ഈ കിടന്നുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് സലാം ചൊല്ലി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, കയറി വരാൻ സമ്മതം കൊടുത്തു. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു തിരിച്ചുപോയി. അല്പം കഴിഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു, അദ്ദേഹത്തിന് സമ്മതം കൊടുത്തു. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ തുണി അദ്ദേഹത്തിന്റെ കാലുകൾ കാണുന്ന രൂപത്തിലോ അല്ലെങ്കിൽ തുടയുടെ ഭാഗം കാണുന്ന രൂപത്തിലോ നീങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രവാചകൻ അവരോട് വരാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ച് അവർ തിരിച്ചുപോയി. മൂന്നാമതായി വരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. സലാം കേട്ട സമയത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ 2 പത്നിമാരെ വിവാഹം കഴിച്ച ദുന്നൂറൈൻ എന്നറിയപ്പെട്ട
ഉണങ്ങിയപ്പെട്ട ഈ സഹാബി വന്ന സമയത്ത് അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് തുണിയൊക്കെ ശരിയാക്കി ഇരുന്നിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം തിരിച്ചുപോയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും വന്ന സമയത്ത് ശ്രദ്ധിക്കാത്ത ഒരച്ചടക്കവും ഉച്ചിട്ടയും ഒരു തുണി നേരെയാക്കലും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, എന്താന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വരുമ്പോൾ നമ്മൾക്ക് ലജ്ജ ഉണ്ടാവേണ്ടതല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നാണ്. സഹോദരങ്ങളെ, ഇമാം തിർമുദി, ഇമാം അൽബാനി സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസിൽ മുർറത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കടലിലെ തിരമാലകളെ പോലെ ഫിത്ന വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫിത്നയെ കുറിച്ച് സംസാരിക്കുന്നു. ആ സമയത്ത് ഒരാള് ഒരു വസ്ത്രം പുതച്ചുകൊണ്ട് അതിലൂടെ നടന്നു പോകുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദാ യൗമൈദിൻ അലൽ ഹുദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ദിവസം ആ പോയ ആൾ വിജയിയായിരിക്കും, ആ പോയ ആൾ അവിടെ സെലക്ട് ചെയ്യപ്പെടും, ഒരു സന്മാർഗത്തിലായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മുർറത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ പോയ ആളെ ഞാൻ പോയി ശ്രദ്ധിച്ചപ്പോൾ അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സഹാബിയായിരുന്നു. അദ്ദേഹം തുടരുന്നുണ്ട്, സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹില്ലു ദുമൂരി മുസ്ലിമിൻ ഇല്ലാ ബി ഇഹ്ദാ സലാസ. ഒരു കാരണവശാലും ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വീട്ടുതടങ്കലിലിട്ട് കൊല ചെയ്യപ്പെടുമെന്ന് ഏകദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തുണ്ട്. അതോടൊപ്പം പള്ളിയിലേക്ക് പോകാനോ വെള്ളം കുടിക്കാനോ സമ്മതിക്കാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വീട്ടിൽ ഉപരോധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അദ്ദേഹത്തെ അറിയാമായിരുന്നു അവർ തന്നെ കൊല ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, 3 കാരണങ്ങൾ കൊണ്ടല്ലാതെ ഒരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം എണ്ണി, കുഫ്റും ബഅദ ഇസ്ലാം, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അയാൾ കുഫറിലേക്ക് പോയാൽ. റജ്ജാലിന്റെ ചരിത്രം അറിയാകും. ഉമർ ഖത്താബിന്റെ ഭരണകാലത്ത് റജ്ജാലിനെ കൊല്ലുകയാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗോത്രത്തലവന്റെ അടുക്കലേക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ പോയതാണ്. അവിടുത്തെ കെട്ടും മട്ടും പറുദീസകളും കണ്ട് അദ്ദേഹം തിരിച്ച് മസ്ജിദിലേക്ക് തന്നെ പോയി. എന്നിട്ട് അതിനുശേഷം ഇസ്ലാമിന്റെ എല്ലാ സ്വകാര്യതകളും വിളിച്ചു പറയുകയും ഇസ്ലാമിന്റെ സംവിധാനങ്ങളെ കളിയാക്കുകയും ഇസ്ലാമിനെ കളിയാക്കുകയും പ്രവാചകനെ കളിയാക്കുകയും ചെയ്ത സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, റജ്ജാലിനെ ഞാനൊരു പ്ലേറ്റിൽ വെട്ടി കൊണ്ടുതരട്ടെ, തല അരിഞ്ഞ് താളത്തിൽ വെച്ച് കൊണ്ടുതരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പാടില്ല, പാടില്ല ഉമറേ, അവിവേകമാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണകാലത്തും റജ്ജാലിന്റെ ശല്യം വന്ന സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് ചോദിക്കുന്നുണ്ട്, റജ്ജാലിനെ തട്ടിയാലോ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ ഖലീഫയായിരിക്കെ അല്ലാഹുവിന്റെ റസൂല് അന്ന് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലല്ലോ, എന്റെ ഭരണകാലത്ത് അത് വേണ്ട എന്ന് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബിന്റെ ഭരണകാലം വന്ന സമയത്ത് റജ്ജാലിന്റെ ശല്യം മൂത്തപ്പോ ഉമർ ഖത്താബ് ആദ്യം ശരിയാക്കാണ് ചെയ്തത്. സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് ഒരു കുഫ്റും ബഅദ ഇസ്ലാം, രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ കൊല്ലാനുള്ള രണ്ടാമത്തെ പെർമിഷൻ ഔ സിനൻ ബഅദ ഇഹ്സാൻ എന്നാണ്. വിവാഹത്തിന് ശേഷം വ്യഭിചരിച്ചാൽ അയാളെ കൊല്ലാൻ. ആര് കൊല്ലാൻ? നാട്ടുകാരും വീട്ടുകാരും അല്ല കൊല്ലേണ്ടത്. ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ ഒരു ഭരണാധികാരിയോ, അതല്ലെങ്കിൽ ഒരു നിയമ സംവിധാനം ഉണ്ടെങ്കിൽ ഒരു നിയമമോ, അതല്ലെങ്കിൽ ഒരു രാജ്യത്തെ രാജാവ് ഉണ്ടെങ്കിൽ രാജാവോ ആണ് അത് ചെയ്യേണ്ടത്. മൂന്നാമതായി പഠിപ്പിച്ചു ഔ ഖതല നഫ്സിൻ ബിഗൈരി നഫ്സിൻ, ഒരു മനുഷ്യനെ കൊന്നാൽ പകരമായി ആ കൊല ചെയ്യപ്പെട്ട കൊലപാതകിയെ കൊല്ലാം. ഈ 3 തരത്തിലല്ലാതെ ഒരു മനുഷ്യനെയും കൊല ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ആ കൊല ചെയ്യാൻ തന്നെ ആർക്ക് പെർമിഷനുള്ളൂ? ഈ അധികാരവർഗങ്ങളായ ഈ രാജ്യം ഭരിക്കുന്ന രാജാവായ നിയമ സംവിധാനങ്ങൾക്ക്, നിയമപാലകർക്കല്ലാതെ അതിന് പാടുള്ളതുമല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹി മാ സനൈതു ഫീ ജാഹിലിയ്യ, അല്ലാഹുവാണ് സത്യം, എന്റെ ജാഹിലിയത്തിൽ പോലും ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. വലാ ഫീ ഇസ്ലാമിൻ ഖത്തു, ജാഹിലിയത്തിലോ ഇസ്ലാമിലോ ഉള്ളപ്പോൾ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. വലാ ഹബബ്തു അന്നലി ബിദീനി ബദല മുൻദു ഹദാനില്ല, എനിക്ക് ഹിദായത്ത് കിട്ടിയതിനു ശേഷം ഞാൻ ഒരിക്കലും മറ്റൊരു മതത്തെ, മറ്റൊരു ദീനിനെ ഒരൽപ്പം പോലും ആഗ്രഹിച്ചിട്ട് പോലുമില്ല. വലാ ഖതൽതു നഫ്സൻ, ഞാൻ ഒരാളെയും കൊല ചെയ്തിട്ടുമില്ല. വബിമാ യഖ്തുലൂനനി, പിന്നെ എന്തിനാണ് അവരെന്നെ കൊല്ലുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നി റാബിഉ അർബഅത്തൽ ഇസ്ലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന 4ാമത്തെ ആളാണ് ഞാൻ. വലഖദ് അൻകഹനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നതഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തന്നിട്ടുണ്ട്. സുമ്മ തൗഫിയഹു ഫഅൻകഹനി ഇബ്നതഹു അൽ-ഉഖറ, അവർ മരിച്ച സമയത്ത്, അവർ മരണപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ 2ാമത്തെ പുത്രിയെ
എനിക്ക് വീണ്ടും വിവാഹം ചെയ്തു തന്നിട്ടുണ്ട്. ഇസ്ലാമിലാകട്ടെ ജാഹിലിയത്തിലാകട്ടെ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടുമില്ല. അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിൻ, ഞാനൊരു ഗാനമാലപിക്കുകയോ അതല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം തിന്മ ഭോഗിക്കുകയോ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലത് കൈ കൊടുത്ത് ബൈഅത്ത് ചെയ്തതിന് ശേഷം എന്റെ ആ വലത് കൈ കൊണ്ട് എന്റെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിച്ചിട്ട് പോലുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി പറയാൻ. അത്രയും സ്വകാര്യതയിലും പരസ്യത്തിലും ഏറ്റവും ഉദാത്തമായ സ്വഭാവക്കാരനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വലഖദ് ജമഅത്തുൽ ഖുർആൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂലിന് വന്നിരുന്ന വഹീകൾ, ആ വഹീ അതുപോലെ തന്നെ എഴുതി വെച്ചിരുന്ന സഹാബാക്കളിൽ പ്രഗൽഭനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇത് മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, സദാസമയത്തും പരിശുദ്ധ ഖുർആൻ ഓതുന്നു. രാത്രി നമസ്കാരങ്ങളിൽ ഫാത്തിഹ മുതൽ നാസ് വരെ 30 ജുസ് പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിച്ച സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം അത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഉസ്മാൻ വ അബൂബക്കർ റളിയല്ലാഹു അൻഹുമാ തറക അൽ ഖംറ ഫീ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിൽ മദ്യം കഴിക്കാത്ത രണ്ടു പേരായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമെന്ന്. ഇവിടെയൊക്കെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇത്രയും ഉദാരമതിയായ ഒരു മനുഷ്യനായിട്ടും അവർക്കെതിരെ ആളുകൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. ഇനിയോ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിരുന്ന ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ ഈ പ്രയാസത്തിൽ മനംതൊന്തു വിഷമത്തിലാകുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളുടെ സദ്ഗുണങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തി ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹു ഫീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ജീവിച്ചതുപോലെ ഏറ്റവും നല്ല സന്മാർഗത്തിലൂടെ ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറയുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇന്നത്തെ ദിവസം നോമ്പ് തുറ നമ്മുടെ കൂടെയാക്കാം. അതുപോലെ തന്നെ അന്നേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും നോമ്പുകാരായിരുന്നു. ആ സമയത്താണ്, ആ നോമ്പുകാരനായിരിക്കെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വഫാത്താകുന്നത്. അതൊരു ഹജ്ജിന്റെ സമയത്തായിരുന്നു. ഹജ്ജിന്റെ സന്ദർഭത്തിൽ കുറെ ആളുകൾ മക്കയിലേക്ക് പോയ സമയത്ത് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആദ്യം ഒരാളെത്തി, എന്നിട്ട് വീട്ടിൽ ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിൽ ഖുർആൻ പിടിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തായിരുന്നു. അദ്ദേഹം കൊല്ലാനായി ഒരുങ്ങിയ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, ബൈനി വബൈനക ഫീ കിതാബി, ബൈനി വബൈനക കിതാബില്ല, എനിക്കും നിനക്കുമിടയിൽ ഈ പരിശുദ്ധ ഖുർആൻ ഉണ്ട് എന്നത് മറക്കരുത് കേട്ടോ. അത് കേട്ട ഉടനെ അയാൾ തിരിച്ചു പോവുക ചെയ്തത്. രണ്ടാമത്തെ ആള് വന്നു ഉമർ ഖത്താബിന്റെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കി. എന്നിട്ട് അദ്ദേഹത്തിനെ വാളെടുത്ത് ആഞ്ഞു വെട്ടുകയായിരുന്നു. ആ വെട്ടിയ സമയത്ത് തന്റെ കൈകൾ കൊണ്ട് അദ്ദേഹം തടുത്തു. തന്റെ കൈ കൊണ്ട് തടുത്ത് ആ കൈക്ക് ശരിക്ക് വെട്ടേറ്റ് കൈ അറ്റുപോയി. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകൾ ആദ്യമായി രേഖപ്പെടുത്തിയ കൈയാണിത്, ആ കൈയാണ് നീ വെട്ടിയിട്ടുള്ളത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയുന്നുണ്ട്. അമാ വല്ലാഹി ഇന്നഹു ലഅവ്വല കഫ ഖതത്തിൽ മുഫസ്സൽ. അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും അത് അപ്പത്തന്നെ എഴുതി വെച്ച സഹാബാക്കളിൽ മുൻനിരയിലുണ്ടായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹത്തിനെ കൊല ചെയ്യുകയായിരുന്നു. സഹോദരങ്ങളെ, ഇവിടെയൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സഹാബി ഈ വെട്ടേൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഖുർആൻ കയ്യിലുണ്ടായിരുന്നു. ആ പരിശുദ്ധ ഖുർആനിലേക്കാണ് ആ രക്തത്തുള്ളികൾ ഉറ്റിയത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫസയക്ഫീകഹുമുല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ഇറങ്ങിയ ആയത്ത് റസൂലിനോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെ ഉപദ്രവിക്കുന്നവർക്കുള്ള മറുപടി അത് അല്ലാഹ് നൽകുന്നതാണ് എന്ന് പറയുന്ന ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം എന്ന ആയത്തിന്റെ മുകളിൽ രക്തമുറ്റിക്കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. പിന്നീട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്, ഈ കൊല ചെയ്യാൻ കൂട്ടുനിന്ന ആളുകൾ മുഴുവനും പിന്നെ മനസ്സമാധാനത്തിൽ ജീവിച്ചില്ല.
ഫുൾ പ്രയാസത്തിലും കഠോരമായ പരീക്ഷണങ്ങൾക്കും വിധേയമായി അങ്ങനെയാണ് അവർ മരണപ്പെട്ടത്. അവർക്കൊരു ജീവിതത്തിൽ ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം ഓർത്താൽ പ്രിയപ്പെട്ടവരെ, ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ ഉറക്കെ കരഞ്ഞു പോകുന്ന സഹാബിയായിരുന്നു അബൂ ഹുറൈറ എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഞാനിവിടെ ഇതെല്ലാം പറഞ്ഞത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു സ്വഭാവം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നതായിരുന്നു. നമസ്കാരങ്ങളിൽ എല്ലാരെക്കാളും അതിദൈർഘ്യമേറിയ രാത്രി നമസ്കാരങ്ങളിൽ അദ്ദേഹം മുൻനിരയിലായിരുന്നു. അതേപോലെ തന്നെ 300ഓളം അഹ്ലുസുഫയിൽ താമസിക്കുന്ന 300 ആളുകൾക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകി തന്റെ കൈവെള്ളയിൽ തലയണയാക്കി കൈവെള്ളയെടുത്ത് കൈവെള്ളയിൽ തലവെച്ച് കിടന്ന് നോമ്പുകാരനായി ജീവിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാനിൽ നമുക്ക് മാതൃകയുണ്ട്. അതുപോലെ തന്നെ ഏതൊരു സഹായഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ റസൂല് ഏതൊരു കാര്യത്തിലും പ്രഖ്യാപിച്ചാൽ അതിന് ഒരു മനസ്സങ്കോചവുമില്ലാതെ മുന്നിൽ വന്ന് സമർത്ഥമായി അള്ളാന്റെ റസൂലിന്റെ ദീനിനെ സഹായിക്കുന്ന ആളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളും അത്തരം മേഖലകളിൽ നമ്മളുടെ ശ്രദ്ധകൾ കൊണ്ടുവരേണ്ടതുണ്ട്. ലജ്ജയുടെ കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലും വെടുപ്പിന്റെ കാര്യത്തിലുമെല്ലാം ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ സഹാബത്തിൽ നമുക്ക് മാതൃകയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സഹാബാക്കളുടെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമുക്കും കൂടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സൂക്ഷ്മത വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മൾ സഹായിക്കുമാറാവട്ടെ. നമ്മളുടെ പോരായ്മകളെല്ലാം അള്ളാഹു പൊറുത്തു തരുമാറാവട്ടെ. മറ്റുള്ള ആളുകളെ സഹായിക്കുന്നിടത്ത് പിശാചുക്കൾ നമ്മളെ പിന്നോട്ട് വിളിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ പോലെയുള്ള ആളുകൾ സഹായിച്ചതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പള്ളികളെ, അള്ളാഹുവിന്റെ യതീമുകളെ, അള്ളാഹുവിന്റെ വിധവകളെ, അതുപോലെയുള്ള ദരിദ്രരെ, മിസ്കീനുകളെ, അതേപോലെ ഫക്കീറുകളെ ഒക്കെ സഹായിക്കുന്നിടത്ത് പിന്നിലോട്ട് കൈകൾ വലിയാതെ മുന്നോട്ട് ഗമിക്കുന്ന ഏറ്റവും സജ്ജനങ്ങളായ ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം മുന്നിൽ കണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കൂട്ടുകാർക്കും അവരുടെ പാപങ്ങൾ പുറത്തുകൊണ്ട് അവന്റെ ജന്നാത്തുൻ നഈമിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.